الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികൾ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അങ്ങേയറ്റം തെക്കുകളോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നോടതുപോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. സാമ്പത്തിക രംഗത്ത് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുത്ബയിലൂടെ നാം സൂചിപ്പിച്ചത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയ സാമ്പത്തിക രംഗത്തെ പ്ലാനിങ് നമ്മുടെ കുടുംബ ബജറ്റ് തയ്യാറാക്കുന്നിടത്ത് വരുമാന മാർഗങ്ങൾ കൃത്യമായി കണക്കാക്കപ്പെടുകയും അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ചിലവിനങ്ങൾ ക്രമീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ സാമ്പത്തിക രംഗത്ത് നമുക്ക് അപകടകരമായ അവസ്ഥ വരാതിരിക്കാൻ സാധിക്കും എന്നതാണ് നാം സൂചിപ്പിച്ചത്. ഒട്ടനവധി സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ സമ്പത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നാം സമ്പാദിക്കുന്നിടത്തുണ്ടാകുന്ന സൂക്ഷ്മത പോലെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നാം വിനിയോഗിക്കുന്നിടത്തും ശ്രദ്ധയും സൂക്ഷ്മതയും അനിവാര്യമാകുന്നു എന്നതാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി, കുലു വശറബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ തിന്നുക, നിങ്ങൾ കുടിക്കുക, പക്ഷേ നിങ്ങൾ അവിടെയൊന്നും ഇസ്റാഫ് ഉണ്ടാകരുത്, അമിതത്വം ഉണ്ടാകരുത്, ദുർവ്യയം ഉണ്ടാകരുത്, ദൂർത്തുണ്ടാകരുത് എന്ന് ഉപദേശിക്കുകയാണ് അല്ലാഹ്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അങ്ങനെ ദൂർത്തടിക്കുന്ന ആളുകളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സമ്പത്തിൻ്റെ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നിടത്ത് 3 തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. ഒന്ന്, അത്യാവശ്യമായി നിർവഹിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങി ചികിത്സയടക്കമുള്ള അനിവാര്യമായ നിർബന്ധമായി നമുക്ക് ഒഴിച്ചുകൂടാത്ത ചിലവിനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മറ്റു ചിലത് നമുക്ക് അത്ര ആവശ്യമുണ്ടായിരിക്കില്ല, പക്ഷേ നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ അനിവാര്യമായതായിരിക്കും. പൊതുവായുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാൻ സാധിക്കും. മൂന്നാമത്തത് അനാവശ്യമായിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് അതില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിൻ്റെയും മറ്റു കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്ന രൂപത്തിൽ അനാവശ്യമായി, കൂടുതലായി, അമിതമായി, ദൂർത്തായി നമ്മൾ ചെലവഴിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. ഇവിടെ അള്ളാഹു നാം സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ തിന്നുക, കുടിക്കുക, പക്ഷേ
അവിടെ അമിതത്വം ഉണ്ടാകരുത്, ഇസ്രാഫ് ഉണ്ടാകരുത് എന്നത്. അപ്പോൾ ഭക്ഷണ കാര്യങ്ങളിൽ പോലും നമ്മുടെ ആവശ്യത്തിനായിരിക്കണം ഉണ്ടാവേണ്ടത് എന്ന പാഠമാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം ഒന്നുകൂടി നമുക്ക് വ്യക്തമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തആമുൽ ഇസ്നൈനി കാഫിസ് സലാസ, രണ്ടാളുകൾക്കുണ്ടാകുന്ന ഭക്ഷണം മൂന്നാളുകൾക്ക് മതിയാകും. തആമു സലാസ കാഫിൽ അർബഅ, ചില റിവായത്തിൽ 5 ആളുകൾക്കും എന്ന് കാണാൻ സാധിക്കും. അഥവാ 3 ആളുകൾക്കുള്ള ഭക്ഷണം 4 ആളുകൾക്കോ അല്ലെങ്കിൽ 5 ആളുകൾക്കോ മതിയാകും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നൽകുന്ന പാഠം, സ്വാഭാവികമായും നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുള്ളതും ഭക്ഷണം പാകം ചെയ്യാറുമുള്ളതുമൊക്കെ നമ്മുടെ വീട്ടുകാർക്ക് ആവശ്യമുള്ളത് അതിനേക്കാൾ കൂടുതൽ ആരെങ്കിലും വന്നാലോ എന്നുള്ള നിലക്ക് വെറുതെ വേസ്റ്റായി പോകുന്ന അവസ്ഥാവിശേഷമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ വീട്ടുകാർക്കുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ അപ്രതീക്ഷിതമായി ഒരു അതിഥി കടന്നു വന്നാൽ അദ്ദേഹത്തെയും സ്വീകരിക്കാൻ അത് തന്നെ മതിയാകും എന്ന് പ്രവാചകൻ പഠിപ്പിക്കാനുള്ള കാരണവും അതാണ്. പ്രവാചകന്റെ ജീവിതത്തിൽ കടന്നുപോയിരിക്കുന്ന പ്രയാസകരമായിരിക്കുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ, ഒരു പിറവി ചന്ദ്രൻ, വീണ്ടും ഒരു പിറവി ചന്ദ്രൻ, വീണ്ടും ഒരു പിറവി ചന്ദ്രൻ, അഥവാ 3 ഹിലാലുകൾ പ്രത്യക്ഷപ്പെട്ടു. ഈ 3 ഹിലാലുകൾ കാണുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ 2 മാസക്കാലമാണ്. ഈ 2 മാസക്കാലത്തിനിടയ്ക്ക് വീട്ടിൽ തീ പുകയാത്ത സന്ദർഭം വരെ ഉണ്ടായിരുന്നു. അത്തംറു വൽ മാഉ ഫഖത്ത്, ഈത്തപ്പഴവും വെള്ളവും മാത്രമാണ് ഞങ്ങൾക്ക് അന്ന് ഭക്ഷണമായി ഉണ്ടായിരുന്നത് എന്ന് അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രവാചകൻ്റെ ആ ലളിതമായ ജീവിതത്തിൽ പ്രവാചകൻ പോലും അനുഭവിക്കേണ്ടി വന്നിരിക്കുന്ന പ്രയാസങ്ങൾ, യുദ്ധത്തിൻ്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി ഇറങ്ങിപ്പോയ സന്ദർഭം വരെ ആ ധന്യമായ ജീവിതത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇന്നും പല സന്ദർഭങ്ങളിലും വിവിധ പരീക്ഷണങ്ങൾക്ക് നമ്മൾ വിധേയമാക്കപ്പെടുമ്പോൾ അത്തരത്തിലുള്ള അവസ്ഥാവിശേഷങ്ങൾ പലരും അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു സാമൂഹിക ജീവി എന്ന നിലയ്ക്ക് മനുഷ്യർക്കിടയിലുണ്ടാകുന്ന ബന്ധം അത് എത്ര വലുതാകുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ആനുകാലികമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. പശ്ചിമേഷ്യൻ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അത് യുദ്ധം നടക്കുന്ന പ്രദേശത്തോ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളെയോ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. നമ്മുടെ അടുക്കളയിൽ പോലും തീ മൂട്ടാൻ സാധ്യമല്ലാതെ നമുക്ക് ആവശ്യമായ ഇന്ധനം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഹോട്ടലുകൾ പോലും അടയ്ക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യൻ എന്നത് സാമൂഹികമായി ഇത്രയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ശരീരം പോലെ നമ്മെ കണക്കാക്കുമ്പോൾ ഏതെങ്കിലും ഒരു അവയവത്തിനുണ്ടാകുന്ന പ്രയാസം ശരീരം ആസകലം അനുഭവിക്കേണ്ടി വരും എന്നതുപോലെയാണ് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു സമൂഹത്തിലുണ്ടാകുന്ന പ്രതിസന്ധി അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. നമ്മൾ ആലോചിച്ച് നോക്കൂ, പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആലോചിച്ച് നോക്കിയാൽ ധാരാളം ആളുകൾ നമ്മുടെ ഗൾഫ് നാടുകളിലുണ്ട്. ആ ഗൾഫ് നാടുകളിലെ നമ്മുടെ ആളുകളുടെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുമ്പോൾ പല ആശങ്കകളും നമുക്ക് കാണാൻ സാധിക്കുന്നു. തൊഴിൽ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകുമോ എന്ന് ഭയപ്പെടും. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് ഏറെ സ്വാധീനം ചെലുത്തുന്നത് ഗൾഫ് പണമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അവിടെ ഒരു പ്രയാസം നേരിട്ട് കഴിഞ്ഞാൽ, അവിടെ ജോലി നഷ്ടപ്പെട്ടാൽ, അവിടെ നമ്മുടെ കുട്ടികളുടെ ശമ്പളം കുറഞ്ഞാൽ, അവർക്ക് മറ്റ് പ്രതിസന്ധികൾ ഉണ്ടായാൽ, തിരിച്ചങ്ങോട്ട് പോകാൻ സാധിക്കാതെ വന്നാൽ, നാട്ടിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായാൽ, അത് ഏതെല്ലാം നിലക്ക് നമ്മുടെ നാടിനെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സാമ്പത്തിക രംഗത്തെയും നമ്മുടെ കുടുംബത്തിലെ ബജറ്റിനെയും എല്ലാം എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് ഒരു ആശങ്കയോടുകൂടി തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരത്തെ അനുഭവിക്കേണ്ടി വന്നൊരു പരീക്ഷണം ഉണ്ടായിരുന്നു. ആ പരീക്ഷണ ഘട്ടമായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചത്. അന്ന് പല കാര്യങ്ങളും നമ്മൾ മിനിമലിസത്തിലേക്ക് വന്നു. മിനിമം കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുന്ന അടത്തേക്ക് നമ്മൾ പരിശീലിച്ചു. ഉദാഹരണമായി നമ്മൾ ആലോചിച്ച് നോക്കൂ, 5000 ആളുകളെ വിളിച്ച് നടത്തുന്ന വിവാഹങ്ങൾ 50 ആളുകളിൽ ഒതുക്കി നമ്മൾ നടത്തേണ്ടി വന്നു. പക്ഷെ നമ്മൾ പാഠം പഠിച്ചില്ല.
അന്ന് പഠിച്ചിരിക്കുന്ന ആ ശീലത്തിൽ നിന്ന് ജീവിതത്തിൽ ഒരു മാറ്റത്തിന് നമ്മൾ ഇപ്പോൾ തയ്യാറായില്ല. ഇപ്പോൾ നമ്മൾ തിരിച്ചുപോയി. അന്ന് 5000 ആളുകളെ വിളിക്കുന്നത് ഇന്ന് 10,000 ആളുകളെ വിളിച്ച് നടത്താൻ വേണ്ടിയുള്ള മത്സരമാണ് നമ്മുടെ രംഗത്ത് കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. വളരെ വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ മാത്രം കൈമലർത്തുന്നതിന് പകരം ദീർഘവീക്ഷണത്തോടു കൂടി, കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചതാണ് സാമ്പത്തിക രംഗത്തെ പ്ലാനിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ്. അപ്പോൾ ആ അനിവാര്യത നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യക്തമായ ആസൂത്രണം എല്ലാ രംഗത്തും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏതാനും വർഷം ഗൾഫിൽ ജോലി ചെയ്ത് 2 മാസക്കാലത്തെ ഗൾഫിൽ നിന്ന് ഇവിടേക്ക് നാട്ടിലേക്ക് വന്ന് ഈ 2 മാസക്കാലം കൊണ്ട് ഉള്ളത് മുഴുവനും അടിച്ച് പൊളിച്ച് നശിപ്പിച്ച് തിരിച്ചു പോകുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ രൂപത്തിലുള്ള അവസ്ഥാവിശേഷത്തിലേക്ക് വരാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റത്തെ സൂക്ഷ്മത, കുലു വഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നുക കുടിക്കുക പക്ഷെ അമിതത്വം ഉണ്ടാകരുത് എന്നത് അവിടെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകേണ്ട കാര്യമാകുന്നു എന്ന് കാണാൻ സാധിക്കും. ആഡംബരവും ധൂർത്തും എത്രത്തോളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇന്ന് വിവാഹ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. 10ഉം 50ഉം അതിലപ്പുറവും കിലോമീറ്ററുകൾ അകലെ അവിടെ ഏറ്റവും സൗകര്യപ്രദമായ, ഏറ്റവും വലിപ്പമുള്ള, ഏറ്റവും പ്രൗഢിയുള്ള ഓഡിറ്റോറിയങ്ങളിൽ വെച്ച് മാത്രമായിരിക്കണം എൻ്റെ മകൻ്റെയും മകളുടെയും വിവാഹം നടക്കേണ്ടത് എന്ന ആലോചന മുതൽ തുടങ്ങി നമ്മുടെ സമീപനത്തിലും നമ്മുടെ മനോഭാവത്തിലും വരേണ്ട മാറ്റം എത്ര വലുതാകുന്നു എന്ന് നമ്മൾ ഗൗരവപൂർവ്വം ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഓരോ രംഗത്തും നമ്മെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മത അനിവാര്യമാകുന്നു എന്ന് കാണാൻ സാധിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമുക്ക് നൽകിയിരിക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, യഥാർത്ഥത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങൾ, അങ്ങേയറ്റത്തെ സൂക്ഷ്മത എല്ലാ രംഗത്തും നമ്മൾ കൈക്കൊള്ളുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ. കടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ താക്കീതാണ് പ്രവാചകൻ നൽകിയത്. ഇന്ന് നമുക്ക് അത് വളരെ ലാഘവത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത്. അനാവശ്യമായി കടം വാങ്ങുന്ന, അല്ലെങ്കിൽ അല്പം ആഡംബരത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി കടം വാങ്ങുന്ന, അല്ലെങ്കിൽ താൽക്കാലികമായി കടം വാങ്ങുന്നതിന് എന്തെങ്കിലും പ്രത്യേകമായ അത് തിരിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ വചനം നമസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതല്ല, നോമ്പിനെ കുറിച്ച് പഠിപ്പിക്കുന്നതല്ല, ഹജ്ജിനെ കുറിച്ച് പരാമർശിക്കുന്നതല്ല, മറിച്ച് കടം എങ്ങനെ എഴുതി വെക്കണം എന്ന് പഠിപ്പിക്കുന്നതാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണ്? പ്രവാചകൻ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മാ ഫക്തുബൂഹു. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയ ഒരുപാട് നിർദ്ദേശങ്ങൾ സൂറത്തുൽ ബഖറയിലെ 282 വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിലെ ഏറ്റവും വലിയ വചനമാണ്. അവിടെ അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന സത്യവിശ്വാസികളെ എന്ന അഭിസംബോധനയിലൂടെയാണ്. ഞാൻ പലപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചാൽ അത് എന്നോട് നിങ്ങളോടുള്ള വിളിയായി ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം എന്ന്. കാരണം വിശ്വാസികളെ എന്നാണ് അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ വിശ്വാസികളായ നമ്മൾ അങ്ങേയറ്റത്തെ സൂക്ഷ്മത, മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ കടമുണ്ടെങ്കിൽ ആ മയ്യത്തിന് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ പ്രവാചകൻ സന്നദ്ധമായിരുന്നില്ല എന്ന് പോലും നമുക്ക് ആ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ ആരെങ്കിലും മയ്യത്തിൻ്റെ കടം ഏറ്റെടുത്തെങ്കിൽ മാത്രമാണ് ഇന്നും നമ്മൾ നമസ്കാരം നിർവഹിക്കാറുള്ളത്. പക്ഷേ ഇതൊക്കെ ഒരു ആലങ്കാരികമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. എൻ്റെ മയ്യത്ത് ഇന്ന് ജനാസ നമസ്കാരത്തിന് വേണ്ടി കൊണ്ടുവന്നു വെച്ച് എൻ്റെ മകൻ എഴുന്നേറ്റുകൊണ്ട് ബാപ്പയുടെ കടമൊക്കെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ മകൻ പറയുകയോ ചെയ്യുന്നു എന്ന് നമ്മൾ വിചാരിക്കുക. ആ മകനെ സ്വകാര്യം വിളിച്ചുകൊണ്ട് നമ്മൾ ചോദിച്ചു നോക്കുക, നിന്റെ ബാപ്പയ്ക്ക് എത്ര കടമുണ്ട് എന്ന്. എത്ര കുട്ടികൾക്കറിയാം? ഈ പള്ളിയിലിരിക്കുന്ന നമ്മുടെ മക്കളിൽ എത്ര മക്കൾക്കറിയാം എൻ്റെ ബാപ്പയ്ക്ക് ഇത്ര കടമുണ്ട്, ഇത്ര ബാധ്യതയുണ്ട്, ഇത്ര 1000 ഉറുപ്പികയുടെ ബാധ്യതയുണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന ആളുകൾ എത്ര ആളുകളുണ്ടാകും? നമ്മളതൊക്കെ സ്വകാര്യമായി വെച്ചിരിക്കുകയാണ്. നമ്മളത് രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. നമ്മുടെ കുട്ടികൾക്കറിയില്ല, നമ്മുടെ ഭാര്യക്കറിയില്ല. ആ രൂപത്തിലല്ല, അതെല്ലാം കൃത്യമാണ്. ഞാൻ എപ്പോൾ മരിക്കുമെന്ന് ആർക്കും അറിയില്ല. പിന്നെ എപ്പോഴായി എഴുതി വെക്കാൻ? എപ്പോഴാണ് ഈ വസീയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്? എപ്പോഴും സംഭവിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം എങ്കിൽ നമ്മൾ എപ്പോൾ ആ പെട്ടെന്ന് റൊക്കമുള്ള ഇടപാടുകൾ ഒഴിച്ചുള്ള ബാക്കി എല്ലാ സാമ്പത്തികമായ ഇടപാടുകളും എഴുതി രേഖപ്പെടുത്തി വെക്കുകയും അതിന് സാക്ഷി ഉണ്ടായിരിക്കുകയും ചെയ്യണം എന്നൊക്കെ വിശദീകരിക്കുന്ന വചനമാണ് സൂറത്തുൽ ബഖറയിൽ ഏറ്റവും വലിയ വചനമായി നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ ആലോചിക്കണം, സാമ്പത്തിക ഇടപാട് എന്നുള്ളത്
അത് തമാശയായി കാണേണ്ടതല്ല, വളരെ ഗൗരവത്തോടു കൂടിയാണ്. ഇന്ന് പല രംഗത്തും വരുന്ന അവസ്ഥ നമ്മൾ പരിശോധിച്ചു നോക്കും. നമ്മുടെ സമൂഹത്തിലൊക്കെ ഇന്നുണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമ്മളെടുത്ത് വിലയിരുത്തി നോക്കും. അവിടെയൊക്കെ നമുക്ക് ബോധ്യപ്പെടും സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത കുറവ് കൊണ്ട് അത് പണം തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് മോഷണം നടത്തുന്ന അവസ്ഥാവിശേഷമുണ്ടായി. അതിലൂടെ അറുകൊലകൾ വരെ നടക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു എങ്കിൽ, നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു എങ്കിൽ, നമുക്കറിയാൻ സാധിക്കുന്നു എങ്കിൽ എന്തുമാത്രം സൂക്ഷ്മത ആ രംഗത്തൊക്കെ അനിവാര്യമാകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നിടത്ത് പോലും പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ചില മാതൃകകളുണ്ട്. ഇന്ന് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലുള്ള ചെലവുകളൊക്കെ നമ്മൾ വിലയിരുത്തിയാൽ എത്ര ലളിതമായ കാഴ്ചപ്പാടാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഫിറാഷുൻ ലി റജുലി വ ഫിറാഷുൻ ലി ഇംറഅതിഹി വ സാലിസു ലിൽ ലൈഫി വ റാബിഉ ലിശൈത്വാൻ എന്നാണ് പ്രവാചകൻ നമുക്ക് നൽകിയിരിക്കുന്ന ഉപദേശം. എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള ആളുകൾക്ക് ആവശ്യമായിരിക്കുന്ന വിരിപ്പ്, ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ആവശ്യമായിരിക്കുന്ന വിരിപ്പ്, ഒരു ഗസ്റ്റ് വന്നാൽ ആ ഗസ്റ്റിനെ സ്വീകരിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനം, അതിനപ്പുറമുള്ളത് അത് ഷെയ്ത്താൻ, അത് നാലാമത്തത് ഷെയ്ത്താനുള്ളതാകുന്നു എന്നാണ്. വീട്ടുകാർക്ക് ആവശ്യമായിരിക്കുന്ന വിരിപ്പും സൗകര്യങ്ങളും ഉണ്ടാവുക, അതിഥി വന്നാൽ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കുക, അതിനപ്പുറമുള്ളത് അത് ഷെയ്ത്താനുള്ളതാകുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ നമ്മളൊക്കെ ആലോചിക്കേണ്ടതുണ്ട് എത്രമാത്രം നമ്മുടെ വീടുകളിലൊക്കെയുള്ള സംവിധാനങ്ങൾ, അത് നമുക്കാവശ്യമുള്ള, വീട്ടിൽ താമസിക്കുന്നവർക്ക് ആവശ്യമുള്ള സംവിധാനങ്ങളും ഒരു അതിഥി വന്നാൽ അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളും കഴിച്ചപ്പുറമുള്ളത് അത് വേസ്റ്റായിട്ടാണ് പ്രവാചകൻ അവിടെ നമുക്ക് വിശദീകരിച്ചിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ലളിതമായി തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഇന്ന് ചെലവ് നിയന്ത്രിക്കുന്നിടത്ത് നമുക്ക് പലപ്പോഴും അതിന് യാതൊരു ശ്രദ്ധയുമില്ലാത്ത അവസ്ഥ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വീടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പം വൈദ്യുതിയുടെ ഉപയോഗം ഏറ്റവും വലിയ ഊർജ്ജമാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും വലിയ ഊർജ്ജമായി നമ്മൾ കണക്കാക്കുന്ന കാര്യമാണ് വൈദ്യുതി. പക്ഷേ ഈ ഇലക്ട്രിസിറ്റി പോലും നമ്മൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും നമ്മൾ പറയും എൻ്റെ വീട്ടിലെ കറണ്ട് ബില്ല് ഞാനാണ് അടയ്ക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് എന്ന് ചോദിക്കാൻ സാധിക്കും. പക്ഷെ കറണ്ട് ബില്ല് ആരടയ്ക്കുന്നു എന്നുള്ളതല്ല, അനാവശ്യമായി ആ വൈദ്യുതി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദിയാവുകയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മുമ്പ് കാലത്തുണ്ടായിരുന്ന ആളുകൾ സൂക്ഷിച്ചിരുന്ന ആ സൂക്ഷ്മതാബോധം അത്തരം കാര്യങ്ങളിൽ നമുക്കുണ്ടാകുന്നില്ല. പലതും ആവശ്യത്തിനല്ല വൈദ്യുതി ഉപയോഗിക്കപ്പെടുന്നത്. നമ്മൾ നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ ആ ഒരുപാട് കാര്യങ്ങൾ വൈദ്യുതിയുടെ ഉപഭോഗം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നത് ഉറപ്പാണ്. അപ്പോൾ അതിന് പുറമെ ആവശ്യത്തിനുള്ള വെളിച്ചവും ആവശ്യത്തിനുള്ള സംവിധാനങ്ങളും ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങൾക്കും അപ്പുറം കേവലം ഭംഗിക്ക് വേണ്ടിയോ മോടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പുറമെ ആളുകളുടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടിയോ മാത്രം ആയിരക്കണക്കിൽ യൂണിറ്റുകൾ അനാവശ്യമായി വൈദ്യുതി ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലുള്ള മറ്റ് സാഹചര്യങ്ങളിൽ നിന്ന് വൈദ്യുതിയുടെ ഉപയോഗമായിരുന്നാലും വെള്ളത്തിൻ്റെ ഉപയോഗമായിരുന്നാലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സൂക്ഷ്മത ആവശ്യമുണ്ട് എന്ന്. നദിയിൽ നിന്നാണ് ഉളു ചെയ്യുന്നതെങ്കിൽ പോലും ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഉളുവിന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? വെള്ളം പോലും അതിൻ്റെ ദാരിദ്ര്യം, അതിൻ്റെ ക്ഷാമം, അതിൻ്റെ കാര്യം ഇപ്പോൾ കൊടും വേനൽ കൊണ്ട് നമ്മൾ പ്രയാസപ്പെടുകയാണ്. ഈ കൊടും വേനലിൻ്റെ പ്രത്യാഘാതം എന്തൊക്കെ ഉണ്ടാകും എന്ന് നമ്മൾ ആശങ്കപ്പെടുകയാണ്. ഈ സന്ദർഭത്തിലൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അനാവശ്യമായി ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കാതിരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയായി നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും വൈദ്യുതിയുടെ കാര്യത്തിലായിരുന്നാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഇനി വസ്ത്രങ്ങളുടെ കാര്യത്തിലായിരുന്നാലും പലപ്പോഴും ജീവിതത്തിൽ ആകപ്പാട് ഒരു പ്രാവശ്യം മാത്രം ധരിക്കുന്ന വസ്ത്രം പിന്നെ മാറ്റിവെക്കുന്ന അവസ്ഥാവിശേഷം പോലും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സാമ്പത്തിക രംഗത്തെ സൂക്ഷ്മതയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീവിനെ ആഗ്രഹിച്ചിരുന്നത് അല്ലാഹുമ്മ ജിഅൽ റിസ്ഖ ആലി മുഹമ്മദിൻ ഖൂത്താ, പടച്ച തമ്പുരാനെ മുഹമ്മദിൻ്റെ കുടുംബത്തിന് അന്നന്നത്തെ ഉപജീവന മാർഗം കഴിഞ്ഞു പോകണമേ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ തേട്ടം. നമ്മുടെ അന്നന്നത്തെ ജീവിതം കഴിഞ്ഞു പോകണമേ എന്ന ആ ഒരു ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടിയായിരുന്നു പ്രവാചകൻ തൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ലളിതമായി ചിന്തിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഉപഭോഗ സംസ്കാരത്തിലേക്ക് നമുക്ക് മാറ്റം സംഭവിച്ചു. ഉപഭോഗ സംസ്കാരത്തിലേക്ക് മാറ്റം സംഭവിച്ചപ്പോൾ നമ്മൾ പലതും വാങ്ങിക്കൂട്ടുന്നത് ആവശ്യത്തിന് വേണ്ടി അല്ല എന്നുള്ളതാണ്. മാളുകളിലേക്ക് കയറിയാൽ വളരെ മനോഹരമായി ഷോ ചെയ്ത് വെച്ചിരിക്കുന്ന, അലങ്കരിച്ച് വെച്ചിരിക്കുന്ന വസ്തുക്കൾ കാണുന്നു.
നാം അവിടേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഉന്തുവണ്ടിയുമായി കടന്നു പോകും. ആ കടന്നു പോകുന്ന സന്ദർഭത്തിൽ അവിടെ മനോഹരമായി വെച്ചതിൽ ആകർഷകമായി തോന്നുന്ന പലതും തട്ടി പെട്ടിയിലിടുന്നു. തിരിച്ചു വരുമ്പോൾ പണമടച്ചുകൊണ്ട് നമ്മൾ സാധനം വാങ്ങിപ്പോരുന്നു. 500 രൂപയുടെ നോട്ട് കീസയിൽ നിന്ന് എടുക്കുമ്പോൾ മുമ്പ് നമുക്ക് മാനസികമായൊരു പ്രയാസമുണ്ടായിരുന്നു. ഇന്ന് ആ പ്രശ്നം പോലും ഇല്ല. കാരണം നോട്ടിന് ആവശ്യമില്ല. നമ്മുടെ ഫോണിൽ വിരലുകൾ അമർത്തിയാൽ നമുക്ക് ആ പണം കൊടുക്കുന്നത് കൊണ്ട് പണം ചെലവഴിക്കുന്നതിന് ഒരു വിഷമവും നമുക്കിപ്പോൾ തോന്നാറില്ല. മറിച്ച് നമുക്ക് അവിടെ തോന്നുമായിരുന്നു 500 രൂപ തീർന്നു പോയല്ലോ, ആ ചിന്തയില്ലല്ലോ. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ആ വാങ്ങിക്കൊണ്ടുവരുന്ന സാധനം മുമ്പ് നമ്മുടെ പൂർവികന്മാരായ ആളുകൾ, മുതിർന്ന ആളുകളോട് ചോദിച്ചു നോക്കുക. അവർ സാധനം വാങ്ങാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഒരു ലിസ്റ്റ് കൊണ്ടുവരും. ഇന്ന സാധനം വേണം, ഇത്ര വേണം, അത് കണക്കാക്കി അതിന് വേണ്ട സാധനം അന്വേഷിച്ച് നോക്കി വാങ്ങിപ്പോരാ. ഇന്നതല്ല. ഇന്ന് നമ്മൾ ഈ വാങ്ങിക്കൊണ്ടുവന്ന സാധനം ചിലപ്പോൾ നമുക്ക് ആവശ്യമേ ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് വെറുതെ വേസ്റ്റാക്കി തള്ളിക്കളയുക. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ സൂക്ഷ്മത അനിവാര്യമാകുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതുപോലെ തന്നെ സാധനങ്ങളുടെ വില അറിയുക എന്നുള്ളത്, മാർക്കറ്റ് റേറ്റ് അറിയുക, അതിൻ്റെ വഴിയിൽ വെച്ച് കച്ചവടം നടത്തരുത് എന്ന് വരെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു ഉപഭോക്താവിന് അദ്ദേഹത്തിൻ്റെ ആ സാധനത്തിൻ്റെ മാർക്കറ്റ് റേറ്റ് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാകണമെന്ന്. ഇന്ന് നമുക്ക് പലതിൻ്റെയും റേറ്റ് അറിയില്ലല്ലോ. ഇന്ന് 100 രൂപയ്ക്ക്, 200 രൂപയ്ക്ക്, 500 രൂപയ്ക്ക്, 1000 രൂപയ്ക്ക്, 2000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നു, ഡീസൽ അടിക്കുന്നു. പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില എത്രയാണെന്ന് അറിയുന്ന ആളുകൾ ഇത്ര ആളുകളുണ്ട്. നമ്മളൊക്കെ പെട്രോളും ഡീസലും ഉപയോഗിക്കുന്ന ആളുകളാണ്. ആ നിത്യം വാങ്ങുന്ന അതിൻ്റെ വില നമുക്കറിയില്ല. കാരണം നമ്മൾ അങ്ങനെ പണത്തിന് മാത്രം കണക്കാക്കുകയാണ്. ഞാൻ പറഞ്ഞു പോകുന്നത് അതിൻ്റെ വില മനസ്സിലാക്കുമ്പോൾ. ചില പച്ചക്കറി സാധനങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കൂ. ചില സന്ദർഭത്തിൽ ഭയങ്കര വിലയായിരിക്കും. കിലോക്ക് 600 അതിലും മേലെ വിലയുള്ള സാധനങ്ങൾ ചിലപ്പോൾ നേരെ തിരിച്ച് അതേ വസ്തുവിന് കിലോയിൽ 60 രൂപയും അതിൽ താഴെയും വിലയുണ്ടാകും. അതുപോലെ നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ആ സാധനത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുമ്പോൾ വില കൂടിയ വസ്തു തൽക്കാലം നമുക്ക് അതിൻ്റെ ചെലവ് കുറയ്ക്കാൻ കഴിയും. വില കുറയുന്ന സന്ദർഭത്തിൽ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിസ്സാരമായി നമുക്ക് തോന്നുന്ന സംഗതികൾ പോലും ഇത്തരം സാമ്പത്തിക രംഗത്തെ സൂക്ഷ്മതയുടെ മാർഗമായി നമ്മൾ കൈവരിക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് സൂക്ഷ്മതയും, അനാവശ്യമായി കടം വാങ്ങി സാമ്പത്തിക ബാധ്യതയായി അങ്ങനെ ഒന്നിനും സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്ന ഇന്നത്തെ സ്ഥിതിവിശേഷത്തിന് മാറ്റമുണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ആ രംഗത്തെല്ലാം അങ്ങേയറ്റത്തെ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ ഉസീകും വഇയ്യാ ബിത്തഖ്വല്ലാഹ്. ഖാല അല്ലാഹു തആല ഫീ ഖുർആനിഹിൽ കരീം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അങ്ങേയറ്റം തെക്കോടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. സാമ്പത്തിക രംഗത്തെ സൂക്ഷ്മതയെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ധനം ചെലവഴിക്കുന്നിടത്ത് പോലും അനാവശ്യമായ കാര്യങ്ങൾ വരാതിരിക്കാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും തെബദീർ ഉണ്ടാകാൻ പാടില്ല, ദുർവ്യയം ഉണ്ടാകാൻ പാടില്ല. ആ ദുർവ്യയം ചെയ്യുന്നത് പിശാചിൻ്റെ കൂട്ടുകാരാകുന്നു എന്ന ഖുർആനിൻ്റെ വിശേഷം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ രംഗത്തും കൃത്യമായ ഒരു കാഴ്ചപ്പാടും ആസൂത്രണവും ആവശ്യമാകുന്നു എന്നാണ് നാം സൂചിപ്പിച്ചത്. സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരു പരീക്ഷണമായിട്ടാണ് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഖുർആൻ പറഞ്ഞു, ഫഅമ്മൽ ഇൻസാന ഇദാ മബ്തലഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ അള്ളാഹു പരീക്ഷിക്കുന്നു. അവന് ആ സാമ്പത്തികമായി അവന് നേട്ടങ്ങളുണ്ടാവുകയും സൗഖ്യമുണ്ടാവുകയും അങ്ങനെ ആദരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവൻ പറയും, അള്ളാഹു എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന്. വഅമ്മ ഇദാ മബ്തലഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. പക്ഷേ അവനെ അള്ളാഹു വീണ്ടും പ്രയോഗിച്ചിരിക്കുന്നത്, അവന് നാം പരീക്ഷിക്കുന്നു, അവന് സാമ്പത്തിക രംഗത്ത് നാം കുടുസായ അവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ അവൻ പറയും, റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന്. നോക്കൂ, നമ്മൾ രണ്ടവസ്ഥയാണ് അള്ളാഹുവിടെ പറഞ്ഞത്. ഒന്ന്, സാമ്പത്തികമായ ഒരുപാട് നേട്ടമുണ്ടായി, ഐശ്വര്യം ഉണ്ടായി, ഇഷ്ടം പോലെ സമ്പത്തുണ്ടായി, പണവും സൗകര്യങ്ങളും ഉണ്ടായി, ഭൗതികമായ മറ്റ് വിഭവങ്ങളുണ്ടായി. ഇതൊക്കെ ഉണ്ടാകുമ്പം അള്ളാഹ് എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതേ സന്ദർഭത്തിൽ സാമ്പത്തിക രംഗത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതവും അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അള്ളാഹു എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യും. പക്ഷെ രണ്ടിടത്തും അള്ളാഹ് പ്രയോഗിച്ച പ്രയോഗം എന്താണെന്നറിയോ? അങ്ങനെ ഒന്ന് നമ്മളെ ആദരിക്കലും ഒന്ന് നമ്മെ നിന്ദിക്കലുമല്ല.
രണ്ടും അള്ളാഹു അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ഇതിബ്തലാഹു എന്നാണ്. രണ്ടും പരീക്ഷണമാകുന്നു എന്നാണ്. സമ്പത്ത് നമുക്ക് കൂടുതൽ ഉണ്ടാകുന്നതും പരീക്ഷണമാണ്. സാമ്പത്തികമായ രംഗത്ത് നമ്മൾ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നതും പരീക്ഷണമാണ്. ഇപ്പം രണ്ടും പരീക്ഷണമായി കാണുക എന്നല്ലാതെ എനിക്ക് കൂടുതൽ സമ്പത്തുണ്ടായതുകൊണ്ട് അള്ളാഹു എന്നെ ആദരിച്ചിരിക്കുന്നു എന്നോ, എനിക്ക് സാമ്പത്തികമായ കുറവുണ്ടായതുകൊണ്ട് അള്ളാഹു എന്നെ നിന്ദിച്ചിരിക്കുന്നു എന്നോ ചിന്തിക്കുന്നത് പ്രസക്തമല്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമുക്ക് വിശദീകരിച്ചത് അജബൻ ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാകുന്നു എന്നാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെ പറയുന്നു, ഇൻ അസാബതഹു സർറാ അശകറ ഫകാന ഖൈറൻ ലഹു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നേട്ടങ്ങളുണ്ടായി സന്തോഷമുണ്ടായാൽ ആ സന്തോഷമുണ്ടാകുന്ന സന്ദർഭത്തിൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. വൈൻ അസാബതഹു ലർറാ സ്വബറ, അവന് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും ഉണ്ടായാൽ ആ സന്ദർഭത്തിൽ അവൻ ക്ഷമ കൈക്കൊള്ളുന്നു. ഫകാന ഖൈറൻ ലഹു, അതും അവന് നന്മയായിത്തീരുന്നു എന്നാണ്. ഇത് മറ്റാർക്കില്ലാത്ത കാര്യമാകുന്നു എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഇന്ന അംറഹു കുല്ലുഹു ലഹു ഖൈർ വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ കാര്യവും ഖൈറായിരിക്കും, നന്മയായിരിക്കും. ഇത് സത്യവിശ്വാസി അല്ലാതെ മറ്റൊരാൾക്കും ലഭ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ ഈ കാര്യം നമുക്ക് വിശദീകരിച്ചിരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കും, ഒരു മുഅ്മിനിന് അവനെല്ലാം ഹൈറാണ്, എങ്ങനെയാണ് ഹൈറായിത്തീരുന്നത് എന്ന് പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചു തന്നിരിക്കുന്നത്. ഇത് സത്യവിശ്വാസികൾക്ക് മാത്രം അനുഭവിക്കാൻ സാധിക്കുന്ന കാര്യമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ അവിടെ വിശദീകരിക്കുന്നത്. നമുക്ക് സന്തോഷമുണ്ടാകുന്നു, നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു, ഭൗതികമായ സുഭിക്ഷമായിരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു. ആ സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഇവിടെ നമ്മൾ എന്തെങ്കിലും നിഅമത്തുകൾ ഉണ്ടായാൽ അള്ളാഹനെ മറന്നുപോവുക. അള്ളാഹ് എന്തെങ്കിലും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായാൽ നമ്മൾ ദൂർത്തടിക്കുകയാണ്, പൊങ്ങച്ചം കാണിക്കുകയാണ്, വലിപ്പത്തനം കാണിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചതുപോലെ പെരുമ നടിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. മറിച്ച് അതിന് അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകുന്നില്ല. പടച്ചോനെ എനിക്ക് ഈ കാര്യം അൽഹംദുലില്ലാ. എന്തിന്? നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോലും അൽഹംദുലില്ലാ എന്ന് പറയാൻ സാധിക്കാത്ത ആളുകളാണ് നമ്മൾ പോലും. പടച്ചോന് നിനക്ക് സർവസ്തുതി എന്ന് പറയാൻ കഴിയുന്നില്ല. അൽഹംദുലില്ലാഹില്ലദി അത്അമനി വസഖാനി, എനിക്ക് ആഹാരം നൽകിയിരിക്കുന്ന, പാനീയം നൽകിയിരിക്കുന്ന അള്ളാഹുവേ നിനക്ക് സർവസ്തുതിയും. ഇത്തരത്തിലുള്ള ആഹാരവും പാനീയവും ലഭിക്കാത്ത, കിടപ്പാടമില്ലാത്ത എത്ര ആളുകളുണ്ട് എന്നാണ് ആ പ്രാർത്ഥനയെ പിന്നീടുള്ള വാക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ, സംതൃപ്തമായി ഭക്ഷണം കഴിക്കാനുണ്ടായാൽ പോലും നമ്മൾ ആലോചിക്കുന്നത് ഇത് കഴിക്കാൻ പോലും അവസ്ഥയില്ലാത്ത പാവങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കുന്ന ആ ഒരു മനോഭാവമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. ഇനി അതേ സന്ദർഭത്തിൽ അവന് കഷ്ടപ്പാടുണ്ടാകുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, ദുരിതങ്ങൾ ഉണ്ടാകുന്നു, ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. അവിടെ അവൻ അവിടെ അവൻ ക്ഷമ കൈക്കൊള്ളുന്നു. ഫകാന ഖൈറൻ ലഹു, ആ ക്ഷമ കൈക്കൊള്ളുന്നതും അവൻ ഹൈറായിത്തീരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വലനബിലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. അല്ലാഹു പറഞ്ഞു, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഭയം കൊണ്ടുള്ള പരീക്ഷണം ഉണ്ടാകും, വിശപ്പ് കൊണ്ടുള്ള പരീക്ഷണം ഉണ്ടാകും, ധനനഷ്ടം കൊണ്ടുള്ള പരീക്ഷണം ഉണ്ടാകും, ജീവനഷ്ടം കൊണ്ടുള്ള പരീക്ഷണം ഉണ്ടാകും, ഫലനഷ്ടം കൊണ്ടുള്ള പരീക്ഷണം ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പല നിലക്കും പലയിടത്തും ആളുകൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്ന വസ്തുതകളാണ്. പക്ഷെ ഇവിടെ ഖുർആന്റെ പ്രയോഗം നമ്മൾ ചിന്തിക്കണം. വല നബിലുവന്നക്കും എന്നാണ്, ഉറപ്പിച്ചാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന്. അപ്പോൾ അള്ളാഹു അങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ അവിടെ നമ്മൾ എന്തു വേണം എന്ന് അള്ളാഹു നമുക്ക് അവിടെ വിശദീകരിച്ചിരിക്കും. ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ പ്രതിസന്ധികളിലും എല്ലാ ബുദ്ധിമുട്ടുകളിലും അങ്ങേയറ്റത്തെ ക്ഷമ കൈക്കൊള്ളുകയും എല്ലാ സന്തോഷങ്ങളിലും അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനെ സ്തോത്രകീർത്തനം ചെയ്യുകയും ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് അള്ളാഹുവിന് നിഅമത്തുകൾ ലഭിക്കും. അതിന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പടച്ചതമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ. ശാന്തിയും സമാധാനവും നിലനിൽക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. യുദ്ധത്തിൻ്റെ ഭീതി പൂർണ്ണമായും നീങ്ങി സ്വസ്ഥമായൊരു അന്തരീക്ഷത്തിൽ ഓരോരുത്തർക്കും അവരവരുടെ നാടുകളിൽ സ്വസ്ഥമായി ജീവിക്കാൻ അള്ളാഹു സൗകര്യം ഒരുക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പല സഹോദരങ്ങളും നമ്മളോടൊപ്പമുണ്ട്. പലരും ദുആക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്.
അവിടെ എല്ലാം രോഗം അള്ളാഹു ഷിഫയാക്കി കൊടുക്കുകയും ആരോഗ്യം മെച്ചപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബക്കാർ, സ്വന്തക്കാർ, ബന്ധുക്കൾ, മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നന്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. اللهم احينا للكتاب والسنة.